കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ തോമസ് എം.എൽ.എ സുഖം പ്രാപിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുമായി ഉമ ഫോണിൽ സംസാരിച്ചു. കുറച്ച് ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ തുടരേണ്ടതുണ്ടെന്ന് ഡോക്ടർമാരും അറിയിച്ചു. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, വളരെ ആശ്വാസകരമായ വാർത്ത ഉമ തോമസ് എം.എൽ.എയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. എന്താണ് ഡോക്ടർമാർ പറയുന്നത്? കൊച്ചി റീനൈസ് മെഡിസിറ്റിയിൽ കഴിയുന്ന ഉമ തോമസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇപ്പോൾ പരസഹായത്തോടെ എഴുന്നേറ്റിരിക്കാവുന്ന ഒരു ആരോഗ്യസ്ഥിതിയിൽ എം.എൽ.എ എത്തിയെന്നാണ് എം.എൽ.എയുടെ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്. അതായത് സ്റ്റാഫുകളോട് ഫോണിൽ വിളിച്ച് എം.എൽ.എ സംസാരിച്ചിരുന്നു. ഏതാണ്ട് അപകടം നടന്നിട്ട് ഇപ്പോൾ 10 ദിവസം പിന്നിടുകയാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ ആശ്വാസകരമായ ചില വാർത്ത ആശുപത്രിയിൽ നിന്ന് വരുന്നത്. സോഷ്യൽ മീഡിയ ടീമിനെയും ഉമ തോമസ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതായി ഫേസ്ബുക്കിലൂടെ ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റോളം കോൺഫറൻസ് കോളിലും ഉമ തോമസ് സംസാരിച്ചിരുന്നു. അതിലെല്ലാം വ്യക്തമായി കോർഡിനേറ്റ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതായും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ചും അവർ ആരാഞ്ഞു എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തെക്കുറിച്ചും അവർ ആരാഞ്ഞിരുന്നു എന്നും ഫേസ്ബുക്ക് പേജിലൂടെ അഡ്മിൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഡോക്ടർമാർ പറയുന്നത് കുറച്ച് ദിവസം കൂടി ആശുപത്രിയിൽ തുടരേണ്ടതുണ്ടാകും. ആരോഗ്യനിലയിൽ കൃത്യമായ പുരോഗതിയുണ്ട്. മറ്റ് ശ്വാസകോശ സംബന്ധവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ മാത്രമേ മാറാനുള്ളൂ. അത് കുറച്ച് ദിവസം ആശുപത്രിയിൽ കഴിയുന്നതോടെ അതും ശരിയാകുമെങ്കിലും കുറച്ച് കാലതാമസം എടുക്കും പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ. എങ്കിൽ പോലും ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി. ബീന റാണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.